എന്തോ വിഷമമുണ്ട്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഞാനത് എന്തിനാ പറഞ്ഞത് എനിക്ക് തന്നെ അറിയത്തില്ലേ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വെറൈറ്റി കിടുക്കാച്ചി കിണ്ണം കാച്ചി ഒരു റോസ്റ്റ് ആണ്, റീൽസ് റോസ്റ്റ്. സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഇല്ല. ഈ ചെറിയ വീഡിയോ ഉണ്ടാക്കുന്ന ചെറിയ ബുദ്ധിയുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നു ഗൈസ്. കൊള്ളാമല്ലോ. എന്തോ തെമ്മാടിത്തരവി കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മരിച്ച് മണ്ണിനടി പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓർക്കാൻ കാണത്തുള്ളൂ, നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ കാണത്തുള്ളൂ. എന്തോ നീ ആട്ടിക്കൊണ്ട് നിന്നതോ? അങ്ങനെ തന്നെ എല്ലാവരും ഫണ്ണാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ജീവിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഞരമ്പാന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് പോകുന്നിടം വരെ. നാട്ടുപിള്ളാരെ അങ്ങനെ ലോസ് ലെഗോസ് കൊള്ളാം കേട്ടോ. നമ്മുടെ ബോയ്സിന്റെ ഗ്രൂപ്പിലോട്ട് മെസ്സേജ് ഇടാൻ പോകുന്നത് എനിക്ക് കൂടെ ഇത് ചെയ്യണമെന്നുണ്ട്. ഒരുത്തം പൊട്ടനാണെങ്കിൽ സമ്മതിക്കുക, ഇതൊരു കൂട്ടം പൊട്ടന്മാരാണെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും. നീ എന്തൊരു നെഗാടാ വിശപ്പെട്ടി. എന്റെ പണി അച്ഛനെ നമ്മള് വൈബാണ് ബീസാണ്. മച്ചാൻ വിട്ടു പോകും. അല്ല മച്ചാൻ വിട്ടു പോകും. നമ്മള് വൈബാണ് ബീസാണ്. ഇതൊക്കെ എല്ലയോ പിള്ളേരുടെ ലൈഫ്, അവർ എൻജോയ് ചെയ്യട്ടെ. ഇത് അത് തന്നെയാണോ? അല്ല, ഫണ്ണായിട്ടുണ്ട്. അമ്മമാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലയോ? നമുക്ക് അങ്ങനൊന്നും അല്ല. ഒരു സാധനം തന്നെ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, തോല തോന്നും. അതേ ഉള്ളൂ. ഇതിനി അടുത്ത് എന്തോ ഇനി നടക്കാൻ മാർക്ക് വേറെ ഒന്നും ഇല്ലയോ ചെയ്യാൻ? എത്ര നേരം ഒന്നും പറഞ്ഞാ കേട്ടോണ്ടിരിക്കുന്നത്? കളിക്കാൻ വന്നാൽ കളിച്ചിട്ട് പൊക്കൂടെ. ഒരുമാതിരി ദേഷ്യം വരുന്നു. ഇത് എന്തോ ഇത് ദേഷ്യം വരുന്നു. നെക്സ്റ്റ് വീഡിയോ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനി ആട്ട് തുടങ്ങും. വേറെ പാട്ടിട്ട് ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ലെന്ന് വെച്ചോ. എന്നെ പറ്റിക്ക് സ്മാർട്ട്. സ്കൂളിൽ സൈഡിൽ ഇരിക്കുന്നവൻ പറയുന്നത് കേട്ടോണ്ട് വിളിച്ചു പറഞ്ഞ് ടീച്ചറിന്റെ ഇന്ന് കൈയടി മേടിക്കുന്ന ടൈപ്പാണ് ഞാൻ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഞാൻ ഇനി ഇത് കണ്ടിട്ട് ദേഷ്യപ്പെടണം, അതല്ലേ നിന്റെ ഉദ്ദേശം? മടക്കി വെച്ചോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. പിന്നെ എന്തോ സംഭവം? സത്യം പറഞ്ഞ കേരളത്തിൽ ഇപ്പൊ ഇങ്ങനത്തെ കേസ് കെട്ടുകൾ ഒത്തിരി കൂടുതലാണ്. വാളാണോ അല്ലേ? എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങനെ ദേഷ്യപ്പെടുത്തൊന്നുമില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മച്ചാനെ വൈബാണ്, സീനാണ്, മച്ചാൻ വിട്ട് പോവാൻ മച്ചാനെ. പിന്നെ ആരാ പിടിച്ച് കരക്കിട്ടോ തിരിച്ച് വെള്ളത്തിലിട്. ഈ പാട്ട് ഭയങ്കര പഴയതല്ലേ? അത് നീ പഴയതിട്ട് പ്ലേ ആക്കുവാണ്. എന്തേലും പുത്തനായിട്ട് കൊണ്ടുപോവാ ബ്രോ. എന്തോ ഇത്? അതാ നിന്നോടും പറയാനുള്ള. അരമണ്ഡലം അതങ്ങോട്ട് കൃത്യമായിട്ടില്ല. സൈഡിലങ്ങോട്ട് ടേബിൾ കൊണ്ട് വെച്ചിട്ടുണ്ട് കൊച്ചു കള്ളി. എനിക്ക് എന്തോ ഇച്ചിരി ഓക്വേർഡ് ആയിട്ട് തോന്നുന്നു. കളിക്കുന്ന ഡാൻസ് തന്നെ. എനിക്ക് ഡാൻസിനെ കുറിച്ച് തരാ പറയാൻ എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ്. എന്തോ വെകിളിത്തരമൊക്കെ കാണിച്ചു, എന്തൊക്കെ വെകിളിത്തരം കാണിച്ചിട്ട് വേണം ഒരു വീഡിയോ എടുക്കാൻ. ഇനി അടുത്ത എന്തുവാ? വെട്ടും കിഴുത്തൊക്കെ കാണാടാ.
എടാ മാംസ പിണ്ടമേ നിന്റെ പുറമൊന്നും അറിയുന്നില്ലയോ? ഇത് വെച്ചാൽ വെറുതെ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്ന മറ്റേ ടൈപ്പ് പ്രതലം. അതിനകത്ത് വെറുതെ ഇരുന്നാൽ തന്നെ കാലം മുറി. അപ്പോഴവൻ അതിനകത്ത് കിടന്ന് ഉരുണ്ട് മറിയുന്നു. പറഞ്ഞു ചുമ്മാ ടർക്കി കോഴിയെ വരഞ്ഞിട്ടേക്കുന്ന പോലെ ആവും. അല്ലെങ്കിൽ പെട്ടെന്ന് സേതുരാമയ്യറിലോട്ടൊരു ക്രോസ് ഓവർ ഉണ്ടായിരുന്നു. മാരൊക്കെ വിജയ് സേതുപതിക്ക് ഒരു വലിയ കോമ്പറ്റീഷനാ. ഇതെന്തോ അടുത്തന്നെ മൊത്തൊക്കെ ഏതാണ്ടൊക്കെ വാരി വലിച്ച് തേച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ആ നിക്കറിച്ചിരി വലിച്ചു കയറ്റി ഇട്ടൂടെ? ഒരു മിനിറ്റ്, ആ ക്യാമറ ഒന്ന് തിരിച്ചേ. ഇച്ചിരൂടെ എന്താ പുറത്ത് വരച്ച് വെച്ചേക്കുന്ന? എന്തോ ഉദ്ദേശത്തില്ല ഇതൊക്കെ വരച്ചേ. ഇതിനാ പറയുന്ന അഭിനയത്തിൽ നിന്ന് വിട്ടുമാറി ജീവിക്കുകയാണ്. ജീവിതത്തിലേക്ക് നീങ്ങി കഴിഞ്ഞു. ശരിക്കും ഒരു സന്താനമായി കഴിഞ്ഞു. ഇതിന്റെ സന്താനത്തിന് വരെ സന്താനം കാണും. കൊച്ചുമക്കളെ ആണ് തിരിച്ച് കളിപ്പിക്കേണ്ട സമയത്ത് കൊച്ചാട്ടം പഴിച്ച് നടക്കുക. അവന്റെ ഡാൻസിന് ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അത് അവന്റെ പ്രിഫറൻസ്, അവന്റെ ഇഷ്ടം. പാട്ട് അത് വേണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാട്ട് വേണ്ടായിരുന്നു. അവര് വേറെ പാട്ട് എടുക്കായിരുന്നു. ഇട്ട് കളിക്കാനുള്ള ഇത് റോളക്സ്. എന്തോ അണ്ണേ തായ്ലൻഡിൽ ഒരു വേക്കൻസി ഉണ്ട് അണ്ണന് വേണ്ടി. മസാജ്. അതിന്റെ പ്രാക്ടീസ് ആണോ മസാജ്? ചിരിച്ചോണ്ടാണോ അതിലിടിക്കുന്നത്? അതോ ശക്തി പിടിക്കുവാണോ? മരബലിയാണോടാ ഇത്? ചിലപ്പോ വല്ലവരും പറഞ്ഞു കാണും ഒരു വൃക്ഷത്തെ ക്രൂരമായി ആക്രമിച്ചാൽ തന്നെ സൗഭാഗ്യം ഉണ്ടാകുമെന്ന്. കുറെ മണകണാഞ്ചന്മാര്. ഓ, കേരളമല്ലല്ലേ, സോറി. ഇങ്ങനെ പൊറോട്ട അടിക്കാൻ വല്ല കൊണ്ടുവന്ന് നിർത്തും. ഒന്നുമല്ല, പ്രാന്ത് കാണിച്ച് പൈസ എങ്കിലും കിട്ടുമല്ലോ. പരുന്തിനെ റാഞ്ചിക്കൊണ്ടു പോകുന്ന അമ്മാവൻ. ഏറ്റവും ഒക്കെ പറയുന്നുണ്ടായിരിക്കും ഇത് ഫേക്ക് ആണ്. അണ്ണേ ഡ്രൈവ് സേഫ്. ഓക്കെ, താങ്ക്സ്. എന്താടാ കുഴപ്പം? എന്താടാ ഞാൻ പോകുക. അടുത്ത ചന്ദ്രയാന്റെ മിഷനിൽ കയറിയിരുന്ന് ഞാൻ പോയി. എനിക്ക് ഭൂമി ജീവിക്കാൻ വയ്യ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതുപോലത്തെ ബോധമില്ലാത്ത പിള്ളേരൊക്കെ ലൈൻ അടിക്കാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് അറിയണോ? ഇങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ ടാറ്റ.